അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള അധ്യക്ഷരെ, എൻ്റെ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, ഉസ്താദ്മാരെ, സഹപാഠി സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഇസ്ലാമിക സൗഹാർദ്ദത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്, അതിന് അവസരം നൽകിയ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ്. വിശ്വാസികൾ പരസ്പര സൗഹാർദ്ദത്തിൽ കഴിയണമെന്ന് ശുദ്ധ ഇസ്ലാമിൽ നിർബന്ധമുണ്ട്. കൂട്ടുകുടുംബങ്ങളും അയൽക്ക ബന്ധവും ഊട്ടി ഉറപ്പിച്ചു വേണം സൗഹാർദ്ദം ദൃഢമാക്കാൻ. ആരുമായി സൗഹാർദ്ദം സ്ഥാപിക്കുകയാണെങ്കിലും അത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. അല്ലാതിരുന്നാൽ അതിന് സ്ഥാനമുണ്ടാകുകയില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സൗഹാർദ്ദത്തിലായവർക്ക് അന്ത്യനാളിൽ പ്രത്യേക സ്ഥാനം ലഭിക്കും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സൗഹാർദ്ദത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ പ്രോത്സാഹനം നൽകിയതായി ചരിത്രത്തിൽ കാണാം. പുണ്യപുരുഷന്മാരെ സന്ദർശിക്കലും അവരോട് നല്ല രീതിയിൽ പെരുമാറണം എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് ഉപദേശിക്കാറുണ്ടായിരുന്നു. കൂട്ടത്തിൽ പറയട്ടെ, ഇതര മതസ്ഥരോടും നമുക്ക് സൗഹാർദ്ദം വേണം. പക്ഷേ അത് നമ്മുടെ വിശ്വാസം പണയപ്പെടുത്തിയാവരുത്. രോഗികളെ സന്ദർശിക്കലും കഷ്ടപ്പാടുള്ളവരെ സഹായിക്കലും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഹൂദിയായ ഒരു കുട്ടി രോഗിയായി കിടന്നപ്പോൾ അവനെ കാണാൻ പോകുകയും അവനെ തലോടുകയും ചെയ്തതായി ചരിത്രത്തിൽ കാണാം. നമ്മുടെ പൂർവികർ